നമസ്കാരം. കേരളത്തിലെ ഓണക്കാല പ്രാദേശിക വിപണിയുടെയും തദ്ദേശീയ വ്യവസായങ്ങളുടെയും പ്രാധാന്യവും സാധ്യതകളും എന്ന വിഷയം UDF സർക്കാരിൻ്റെ ഭരണ പശ്ചാത്തലത്തിൽ നമുക്ക് അല്പമൊന്ന് ആലോചിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം മാത്രമല്ല ഓണം. ഓണം കേരളത്തിൻ്റെ ഏറ്റവും വലിയ വാർഷിക സാമ്പത്തിക ചക്രങ്ങളിലൊന്നുകൂടിയാണ്. ഓണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ നിരവധി ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത കുത്തനെ വർദ്ധിക്കുന്നു. ഇത് നമ്മുടെ ഒരു വർഷത്തെ സാമ്പത്തിക നിലയെ സ്വാധീനിക്കാൻ കഴിയുന്ന നിർണായക കാലഘട്ടമാണ്. 2026 പുതിയ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. 2026-27 ബഡ്ജറ്റിൽ MSME വികസനം, നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി, തുറമുഖ സമുദ്ര മേഖല തുടങ്ങിയ മേഖലകൾക്ക് സർക്കാർ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിനാൽ ഓണക്കാലത്തെ വൻ ഉപഭോഗത്തെ കേരളത്തിൻ്റെ തദ്ദേശീയ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഒരു അവസരമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതിനായി ഉത്സവകാലത്തെ താൽക്കാലിക വിപണി ഇടപെടലിൽ നിന്ന് മാറി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പ്രാധാന്യമുള്ള ഒരു സാമ്പത്തിക സമീപനം കേരളം സ്വീകരിക്കേണ്ടതുണ്ട്. ഓണക്കാലത്ത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവിധ മേഖലകളിൽ ആവശ്യകത വർദ്ധിക്കുന്നു. കേരളത്തിൻ്റെ ഓണക്കാല സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഇവിടുത്തെ വർദ്ധിച്ച ആവശ്യകതയുടെ വലിയൊരു ഭാഗവും പുറത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് നിറവേറ്റുന്നത് എന്നതാണ്. കേരളത്തിൽ നിന്ന് വാങ്ങുന്നു എന്നതിനർത്ഥം കേരളത്തിൽ നിർമ്മിച്ച ഉൽപ്പന്നം വാങ്ങുന്നു എന്നതല്ല. അതിനാൽ ഓണക്കാല ഉപഭോഗത്തെ തദ്ദേശീയ ഉൽപ്പാദനവുമായി ബന്ധിപ്പിക്കുവാനുള്ള ശ്രമം ഉണ്ടാകണം. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുക, കേരളത്തിൽ വിൽക്കുക, കേരളത്തിൽ ഉപയോഗിക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. കേരളത്തിലെ ഓണക്കാല ആവശ്യകതയോട് വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നവയാണ് ഇവിടുത്തെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. കേരളത്തിലെ ഏത് പ്രദേശത്ത് നിർമ്മിക്കുന്ന ഗുണമേന്മയിലുള്ള ഉൽപ്പന്നവും കേരളത്തിലെ ഏത് ഉപഭോക്താവിനും എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന സമീപനവും വ്യാപകമാക്കാവുന്നതാണ്. നിലവിലുള്ള സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് ഒരു ശക്തമായ വിപണി ശൃംഖലയാക്കി മാറ്റുന്നത് കൂടുതൽ പ്രയോജനകരമാകും. പ്രത്യേകിച്ച് കേരളത്തിലെ വ്യാപാരികൾക്കും ചെറുകിട വ്യവസായികൾക്കും വേണ്ടി ഒരു കേരള ലോക്കൽ പ്രൊഡക്റ്റ് മിഷൻ എങ്ങനെ രൂപപ്പെടുത്താം എന്നതും ഇതിൻ്റെ ഭാഗമായി വളരെ പ്രായോഗികമായി പരിശോധിക്കേണ്ടതുണ്ട്. ഓണം ആഘോഷിക്കാം, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാം, കേരളത്തിൽ നിന്ന് വാങ്ങാം. കേരളത്തിൻ്റെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൻ്റെയും MSME വളർച്ചയുടെയും തൊഴിൽ സൃഷ്ടിയുടെയും കർഷക മുന്നേറ്റത്തിൻ്റെയും കയറ്റുമതി വികസനത്തിൻ്റെയും ശക്തമായ മുന്നേറ്റമായി ഈ ഓണം മാറട്ടെ. എല്ലാവർക്കും നല്ല ഓണനാളുകൾ ആശംസിക്കുന്നു. ജയ് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ്.